ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് ചില നിർണായകമായ ബന്ധങ്ങളുണ്ട് എന്ന സൂചന ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് ധാക്കയിൽ ഇതിൻ്റെ ഒരു ഗൂഢാലോചന നടന്നു, ആസൂത്രണം നടന്നു. ചെങ്കോട്ടയിൽ ആക്രമണം നടക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അവിടെ ചില ഭീകര സംഘടനാ നേതാക്കൾ, അതായത് ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടെ പാകിസ്ഥാനിലെ നേതാക്കൾ, ബംഗ്ലാദേശിലെ ഭീകരപ്രവർത്തനം നടത്തുന്ന ചില സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ, ബംഗ്ലാദേശ് സർക്കാരിൻ്റെ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട ഒരു യോഗം നടക്കുന്നു. ഈ യോഗത്തിൽ നിർണായകമായ ഒരു തീരുമാനമുണ്ടായതിനു ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് വീണ്ടും BJP സർക്കാർ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ അവിടെ യുവാക്കളെ തെരുവിലിറക്കി ഒരു പ്രക്ഷോഭത്തിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തി. അത് വിജയിക്കുകയാണെങ്കിൽ അതേസമയം ഇന്ത്യയിലെ വിവിധ സിറ്റികളിൽ സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കുക, ഇതായിരുന്നു ആസൂത്രണം. കൃത്യമായിട്ട് പറഞ്ഞാൽ തുർക്കിയും പാകിസ്ഥാനും സാമ്പത്തിക സൈനിക സഹായങ്ങളൊക്കെ നൽകി. പാകിസ്ഥാനിൽ നിന്ന് 40 കിലോ RDX ആണ് ബംഗ്ലാദേശിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ആ സ്ഫോടക വസ്തുക്കൾ കാണാനില്ല. ഇന്ത്യയിലാണെങ്കിൽ 2900 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ നോക്കിയാൽ ബംഗ്ലാദേശിൽ നിന്ന് RDX ഇന്ത്യയിലേക്ക് എത്തി. ഇതാണ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലൂടെ വ്യക്തമായത്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, പാകിസ്ഥാൻ്റെ ബോർഡർ വഴി ഇന്ത്യയിലേക്ക് ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്നില്ല എങ്കിൽ ബംഗ്ലാദേശ് വഴി അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അവർ കണ്ടെത്തുന്നു. മുമ്പ് ഇന്ത്യയുമായിട്ട് നല്ല സഹകരണത്തിലായിരുന്നു ഹസീന സർക്കാർ. എന്നാൽ അവരെ അട്ടിമറിച്ചതിന് ശേഷം വന്ന യൂനിസ് സർക്കാരുമായിട്ട് നമ്മൾ അത്ര നല്ല ടേംസിലല്ല. എങ്കിലും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ച് താൽക്കാലിക ഭരണകൂടത്തിൻ്റെ ഉപദേഷ്ടാവ് മാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല, സ്ഥിരം ഭരണാധികാരിയായി മാറാനായിട്ട് മുഹമ്മദ് യൂനിസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഗൂഢാലോചനയ്ക്ക് ബംഗ്ലാദേശിൽ കളമൊരുങ്ങിയത്. മാത്രമല്ല, ബംഗ്ലാദേശിൽ പഠിച്ചിറങ്ങിയ ചില ഡോക്ടേഴ്സ് ഇന്ത്യയിലെ വിവിധ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഒരു ഡോക്ടർക്ക് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഗ്യാങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു മൗലവി രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതേ ഡോക്ടർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർക്കുള്ള പങ്ക് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ 2, 3, 4 പേർ ചേർന്ന് ഒരു ദിവസം ആസൂത്രണം ചെയ്തല്ല, കുറേ കാലങ്ങളായിട്ട് വലിയൊരു നെറ്റ്വർക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനിരുന്നതാണ് ഇന്ത്യയിലെ സ്ഫോടന പരമ്പര. അത് ഒന്നിനു പുറകെ ഒന്നായി പൊളിഞ്ഞു വീണപ്പോഴാണ് ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ ചാവേറായിട്ട് വന്ന് പൊട്ടിത്തെറിക്കുന്നത്. അതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മറച്ചു വെച്ചു. മറ്റ് ചില കാര്യങ്ങളോട് ഇതിനോട് കൂട്ടി വായിക്കണം. ഷേഖ് ഹസീനയ്ക്കെതിരായിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ഒരു നിർണായക വിധി പുറപ്പെടുവിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഷേഖ് ഹസീനയാണ് ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ ബംഗ്ലാദേശിൽ നടന്ന ആക്രമണങ്ങളുടെ സൂത്രധാര എന്ന് വരുത്തി തീർക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഭരണകൂടത്തിനെതിരായിട്ട് ജൻസി കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഷേഖ് ഹസീന ശ്രമിച്ചത്. പക്ഷേ അതിനെ ജൂലൈ പ്രക്ഷോഭം എന്ന് പേരിടുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഷേഖ് ഹസീനയെ തൂക്കിലേറ്റണമെന്നും അവിടുത്തെ മുഹമ്മദ് താജുൽ ഇസ്ലാം എന്ന് പറയുന്ന ചീഫ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെടുകയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഷേഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഷേഖ് ഹസീന തന്നെ നേരത്തെ തൻ്റെ ആത്മകഥയിൽ കുറിച്ച ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് ബംഗ്ലാദേശിൽ കലാപം നടന്ന സമയത്ത് തൻ്റെ പ്രസിഡന്റ് കൊട്ടാരത്തിൽ നിന്ന് താൻ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കരുതിയ സമയം, ആ സമയത്ത് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ കോൾ തന്നെ തേടി വരുന്നു. എന്നിട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കെ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങളെ സുരക്ഷിതമായിട്ട് എത്തിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. പിന്നീട് അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നു. ആ സമയം തന്നെ വിദേശത്തുള്ള മകനുമായിട്ട് ഷേഖ് ഹസീന ബന്ധപ്പെടുന്നു. എന്നെ രക്ഷിക്കണം, ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു രക്ഷാ കവചം വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ധൈര്യമായിരിക്കും, അമ്മ അവരോടൊപ്പം പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ കൊണ്ടാണ് ഹെലികോപ്റ്ററിൽ ഈ പറയുന്ന പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഷേഖ് ഹസീന രക്ഷപ്പെടുന്നത്. അന്ന് രക്ഷിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനുണ്ട്. അതാരാണ്? അത് അജിത് ഡോവലാണെന്നാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. നമ്മളങ്ങനെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ആ രാജ്യത്ത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം അജിത് ഡോവൽ എന്ന് പറയുന്ന നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ്.
അത്തരത്തിൽ അജിത് ഡോവലിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ധാക്കയിലെ ഗൂഢാലോചനയും അജിത് ഡോവൽ കണ്ടെത്തിയിട്ടുണ്ടാകും. മാത്രമല്ല, വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ NIA കേരളത്തിലേക്കുൾപ്പെടെ അന്വേഷണം വികസിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ ബംഗ്ലാദേശിൽ MBBS പഠിച്ച ചില ഡോക്ടേഴ്സ് കേരളത്തിലെ ആശുപത്രികളിലും ജോലി നോക്കുന്നുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നു. അപ്പം NIAയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് 40 കിലോ RDX പാകിസ്ഥാനിൽ നിന്ന് ആ രാജ്യത്തേക്ക് എത്തി. അവിടെ നിന്ന് ഇപ്പോൾ ആ സ്ഫോടക വസ്തുക്കൾ കാണുന്നില്ല. അപ്പോൾ ജമ്മു കാശ്മീരിലെ ഒരു പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ സ്ഫോടനത്തിൽ സ്വിച്ചോ വയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അങ്ങനെ ഒരു സ്ഫോടനം നടന്നു? അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സ്ഫോടനത്തിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ, തുർക്കിയിൽ നിന്നും മറ്റും എത്തിച്ച് നൽകിയ അല്ലെ പാകിസ്ഥാൻ എത്തിച്ച് നൽകിയ ഈ സ്ഫോടക വസ്തുക്കൾ ചെറിയ ചൂടേറ്റാൽ പോലും പൊട്ടിത്തെറിക്കാനും വലിയ നശീകരണ പ്രവൃത്തികൾക്ക് കാരണമാവുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും ചൈനയും റഷ്യയും ഒക്കെ നടത്തുന്നത് പോലെയുള്ള ചില ഡീപ്പ് സ്റ്റേറ്റ് ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും നടത്തിയോ എന്ന സംശയമുണ്ട്. കാരണം ഒരു വൈകുന്നേരം 6:55 കൂടിയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടാകുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള ഈ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രാമീൺ ബാങ്കിൻ്റെ സമീപത്ത് വലിയൊരു സ്ഫോടനം നടക്കുന്നു. തുടർച്ചയായിട്ട് 13ഓളം സ്ഫോടനങ്ങൾ വിവിധ ഇടങ്ങളിൽ നടക്കുന്നു. പാകിസ്ഥാനിലും ഈ ഇസ്ലാമാബാദിന് സമീപം ഒരു കോടതിയിൽ സ്ഫോടനം നടക്കുന്നു. അപ്പോൾ ഇന്ത്യയിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ തുടർ നടപടികൾ സഡനായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അജ്ഞാതൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഇനി ഇവിടെ തുർക്കി എത്രയോ കാലമായിട്ട് ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ശത്രുത വെച്ച് പുലർത്തുന്നു. ഇതേ തുർക്കിയുടെ ഒരു സൈനിക വിമാനം അസർബൈജാനിലേക്ക് 20 സൈനികരുമായിട്ട് പറക്കുകയായിരുന്നു. ഈ വിമാനവും തകർന്നുപോയി. അവിടേക്ക് ആരാണ് ഇടപെടൽ നടത്തിയത്? ഇവിടെയാണ് ബംഗ്ലാദേശ് ഭരണകൂടം പറയുന്നത് അജിത് ഡോവലാണ് തങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന്. അപ്പോൾ ഷേഖ് ഹസീനയെ എങ്ങനെയെങ്കിലും ഈ അന്താരാഷ്ട്ര ട്രിബ്യൂണലിൻ്റെ വിധി അനുസരിച്ച് തൂക്കിലിടണം, അങ്ങനെ അവാമി ലീഗിനെ നിരോധിക്കണം, തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ലാദേശിൻ്റെയും ഭരണം പിടിച്ചെടുക്കണം. ഇതിനുള്ള ആസൂത്രണമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ സ്ഫോടന പരമ്പരയിൽ ഡോക്ടർമാരുടെ ഗൂഢാലോചനയിൽ നിർണായകമായ പങ്ക് വഹിച്ച ഉക്കാസയ്ക്ക് ബംഗ്ലാദേശുമായിട്ട് അടുത്ത ബന്ധം. ബംഗ്ലാദേശിലെ ഭീകര സംഘടനകൾക്ക് എല്ലാവിധ സഹായവും ചെയ്യുന്ന പാകിസ്ഥാനും തുർക്കിയുമാണ് ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് ചുക്കാൻ പിടിച്ചതെങ്കിൽ അതിൻ്റെ ആസൂത്രണം നടത്തിയത് ബംഗ്ലാദേശിൽ നിന്നാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ ബോർഡർ വഴി ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിനുള്ള ബന്ധത്തെക്കുറിച്ച് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് വലിയ തോതിൽ വിശാലമായ അന്വേഷണം നടത്തുന്നു. ഏതാണ്ട് 1700ഓളം പേരെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും ബംഗ്ലാദേശിൻ്റെ ബന്ധം ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഒരു കാരണവശാലും ഇനി ഷേഖ് ഹസീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതിരിക്കാൻ, അല്ലെ അങ്ങോട്ട് ചെന്ന് ഭരണം ഏറ്റെടുക്കാതിരിക്കാനുള്ള എല്ലാ കരുക്കളും ഇവിടെ നീക്കുന്നു. അപ്പോൾ തലച്ചോറ് പാകിസ്ഥാനിലും തുർക്കിയിലുമാണെങ്കിൽ ഇതിൻ്റെ ആസൂത്രണം, അല്ലെങ്കിൽ എന്താ പറയുക, ഇംപ്ലിമെൻറ്റേഷൻ നടന്നിരിക്കുന്നത് ധാക്ക വഴിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അജിത് ഡോവൽ ധാക്കയിലേക്ക് പറന്നിറങ്ങുന്നു, അല്ലെ NIA അവിടേക്ക് പറന്നിറങ്ങുന്നു, അടുത്ത ഓപ്പറേഷൻ പദ്ധതിയിടുന്നു എന്നുള്ള രഹസ്യ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സൈനിക നീക്കവും രാജ്യത്തെ സംബന്ധിച്ചുള്ള സുരക്ഷാ നീക്കവും ഒക്കെ ആയതിനാൽ കൂടുതൽ വിവരങ്ങൾ അവരും പുറത്തുവിടുന്നില്ല, നമുക്കും അത് പറയാൻ കഴിയുന്നില്ല. എന്തായാലും ഈ ചെങ്കോട്ട ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന നിലയിൽ ബംഗ്ലാദേശ് എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.